ആണ് മൂപ്പരിക്ക് മനസ്സിലായത് ഇത് എ.പി. അബൂബക്കറാണ്. ഇത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചല്ല. എ.പി. അബൂബക്കർ എന്ന ഒരു അബൂബക്കറുണ്ട്. ആ അബൂബക്കറിനെ കുറിച്ച് നിങ്ങൾ തെറ്റായ വിചാരമൊന്നും വിചാരിക്കാൻ പാടില്ല എന്ന് നബി തങ്ങൾ എന്നോട് നേരിട്ട് പറഞ്ഞു. ഒരു കള്ളന്റെ പ്രസംഗം. വെറുപ്പല്ല, ഒരു ചെറിയൊരു അഭിപ്രായം ഉസ്താദിന്റെ വിഷയത്തിൽ, ഉസ്താദിന്റെ അഭിപ്രായത്തിന്റെ എതിരിൽ ഒരു ചെറിയ അഭിപ്രായമുള്ള ഒരു വലിയ പണ്ഡിതൻ, ഒരു വലിയ മനുഷ്യൻ, ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഉസ്താദിനോടൊന്നും എതിർപ്പല്ല, ചെറിയ അകൽച്ച വന്നു പോയ ഒരാൾ, അയാൾ ഉസ്താദിന്റെ ഒരു ചെറിയ ശിഷ്യനുമാണ്. അയാൾ എന്നോട് പറയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടു. സ്വപ്നത്തിൽ കണ്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ എന്നോട് ഒരു ഹദീസ് ഓതി. ഏതാണ് ഹദീസ്? മാ ഫളല അബൂബക്കർ അലൈക്കും ബികതീരി സ്വലാത്തി വലാ സിയാം വലാകിൻ ബിഅംദിൻ വഖറ ഫീ ഖൽബിഹി ഔ ഉഖിറ ഫീ ഖൽബിഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അബൂബക്കർ ആ വാക്ക് ഈ പണ്ഡിതനോട് ഒരിക്കലും തന്നെ ഉദ്ധരിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക്, വിശുദ്ധ ഖുർആനിന്റെ വാക്കൊക്കെ ജാമിയാണ്, എല്ലാ വിഷയവും ഉൾക്കൊള്ളുന്നതാണ്. അദ്ദേഹം പറയാണ്, എന്നോട് റസൂൽ ഓതി തന്ന ഹദീസ് ഇതാണ്, അബൂബക്കർ നിങ്ങളെക്കാൾ ഉയർന്നത് കുറെ നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടുമല്ല, തന്റെ ഹൃദയം അല്ലാഹു പ്രത്യേകമായി മാനിച്ച ഹൃദയമാണ്, അല്ലാഹു ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് എന്ന ഹദീസ് റസൂലുള്ളാഹി തങ്ങൾ എന്നോട് പറഞ്ഞു. എ.പി. ഉസ്താദിനോടിന്റെ അഭിപ്രായത്തോട് ഒരു ചെറിയ അകൽച്ച സൃഷ്ടിച്ച ഒരു പണ്ഡിതനോട് റസൂൽ ഓതി കൊടുക്കുന്ന ഹദീസിന് എന്തർത്ഥം പറയുന്ന സഹോദരന്മാരെ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയല്ല പറയുന്നത്. റസൂലുള്ളാഹിന്റെ കാലത്ത് സിദ്ദീഖ് തങ്ങളെ പറ്റി പറഞ്ഞ ഹദീസാണെങ്കിലും ഇന്നുള്ള ആ പണ്ഡിതനോട് ഈ ഹദീസ് മാത്രം റസൂൽ ഓതി കൊടുത്താൽ, അബൂബക്കർ എന്ന് പറഞ്ഞാൽ എ.പി. എന്ന് പറയുന്ന അബൂബക്കർ ഉണ്ടല്ലോ, അത് നിങ്ങളെ കാണൊക്കെ വളർന്നത് ഹൃദയത്തിന്റെ ശുദ്ധി കൊണ്ടും ഹൃദയത്തിന്റെ വളർച്ച കൊണ്ടുമാണ്. അവരോട് നിങ്ങൾ എതിരിൽ നിൽക്കരുത് എന്നാണ് പറയുന്നത്. നോക്കണം നിങ്ങൾ, എത്ര കള്ളന്മാര്, കദ്ദാബൂന, ദജ്ജാലൂന, കദ്ദാബൂന എന്ന് പറഞ്ഞില്ലേ? ഖബറിൽ നിന്ന് മറുപടി പറയുന്നു. എന്താ മറുപടി? ഹുവ റുക്നും മിൻ അർക്കാനിൽ ഇസ്ലാം. അങ്ങോരി ഇസ്ലാമിന്റെ നെടുന്തൂണുകളിൽപ്പെട്ട ഒരു തൂണാണ്. അജ്മീർ ഖാജയുടെ മറുപടി, അജ്മീർ ഖാജയുടെ മറുപടി എന്താണ്? അങ്ങോരി ഇസ്ലാമിന്റെ നെടുന്തൂണുകളിൽപ്പെട്ട ഒരു തൂണാണ്. സംഗതി അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞപ്പോ ഈ ചെന്നയാള് പിന്നെയും ചോദിക്കുന്നു, ഖാജ അത് ഞങ്ങൾക്കറിയാം, അത് ഞങ്ങൾക്ക് നിങ്ങൾ പറയാതെ തന്നെ അറിയാം, പക്ഷേ നിങ്ങളുടെ അടുക്കൽ അബൂബക്കർ മുസ്ലിയാരുടെ സ്ഥാനം എന്താണെന്നാണ് എനിക്കറിയാനുള്ളത്. ആ സന്ദർഭത്തിലതാ അജ്മീർ ഖാജ മറുപടി പറയുകയാണ്. എന്താണ് അജ്മീർ ഖാജ മറുപടി പറയുന്നത്? ഞങ്ങൾ ഔലിയാക്കന്മാർക്ക് ഇന്ത്യയിൽ മാത്രമല്ല വേൾഡ് തലത്തിൽ ആഗോളാടിസ്ഥാനത്തിൽ തന്നെ ഒരു മുശാവറ മജ്ലിസ് ഉണ്ട്. ഞങ്ങൾ ഔലിയാക്കന്മാര് കോൺഫറൻസ് കൂടുന്ന ഒരു മുശാവറയുണ്ട്. ആ മുശാവറയിലെ മെമ്പറാണ് എ.പി. ഔലിയാക്കന്മാരുടെ കോൺഫറൻസിൽ പങ്കെടുക്കുന്ന മുശാവറ മെമ്പറാണ് എ.പി. എന്ന് ഖാജ പറഞ്ഞു എന്നതാ ഒരുത്തൻ തട്ടിവിടുന്നു. ഞങ്ങളുടെ ഉസ്താദിന്റെ സ്ഥാനം ഏതാണ് എന്ന് ഞാൻ ഖാജയോട് ചോദിച്ചു. എ.പി. ഉസ്താദിന്റെ സ്ഥാനം ഏതാണ്? അപ്പൊ ഖാജ പറഞ്ഞു, റുക്നും മിൻ അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഒരു നെടും തൂണാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ഖാജയോട് പറഞ്ഞു, ഇസ്ലാം തന്നെ അറിയാം, അതല്ല ഞാൻ ചോദിക്കുന്നത്, ഔലിയാക്കളുടെ കൂട്ടത്തിൽ, ഔലിയാക്കളുടെ വിഭാഗത്തിൽ ഞങ്ങളുടെ ഉസ്താദിന് വല്ല സ്ഥാനവുമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഉടനെ തന്നെ ഖാജ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഔലിയാക്കൾക്ക് ഇന്ത്യ രാജ്യത്തെന്ന് മാത്രമല്ല